لساني يفقهوا قولي واهد قلبي بحق سيدنا محمد صلى الله عليه وسلم. والسلام عليك يا سيدي يا رسول صلوني فالوكثيرة يا بكين وجعلنا سيدي تحت قدميك يا حبيب الله. ആദരണീയനായ സാധാതുക്കളെ, അഭിനന്ദനായ ഉസ്താദുകളെ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, പ്രജ്ഞാനിലെ ഭാഗ്യവാന്മാരായ ഏതോ മക്കാമിൽ പോയ ഞാൻ സാധാരണ കാര്യങ്ങൾക്ക് മനസ്സിലാക്കിയത് ഒരു മക്കാമിൽ മുതുവരായിട്ട് നിൽക്കുന്ന സ്വഭാവവും എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മാറിയത്. അതിനകത്തുള്ള ആളുകളൊക്കെ ഉണ്ടാവും. എൻ്റെ കഥ വന്നേ പ്രിയപ്പെട്ട മഹാത്മാക്കളായ പണ്ഡിതന്മാരെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അൽ ഖബ്റു റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന ഔ ഹുഫ്റത്തുൻ മിൻ ഹുഫറിൻ നിറാൻ. അല്ലാഹു റിയാദുൽ ജന്നയിൽ അധിവസിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുന്നതാണ്. ലോകത്ത് ഏറ്റവും പ്രസിദ്ധമായ ഖബർസ്ഥാനുകൾക്ക് സ്വർഗം എന്നാണ് അറിയപ്പെടുന്നത്. ഒന്ന് പരിശുദ്ധമായ മക്കത്തുൽ മുകറമയിലെ ജന്നത്തുൽ മുഅല്ല, സ്വർഗം എന്നാണ് അതിന്റെ അർത്ഥം. മറ്റൊന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തുള്ള ജന്നത്തുൽ ബഖീഅ, സ്വർഗം എന്നാണ് അതിന്റെ അർത്ഥം. യമനിലുള്ള സമ്പൽ എന്ന് പറയുന്ന മഖാം, ആ മഖാമിന്റെ പേര് ജന്നത്തുൽ ബശർ എന്നാണ്. ഫഖീഹുൽ മുഖദ്ദം റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മഹത്തുക്കൾ കിടക്കുന്ന ഖബർ. ഇത് സ്വർഗമാണ് എന്ന് പഠിപ്പിച്ചത് സത്യവിശ്വാസികൾ അതിനെ കൂടുതൽ ഇഷ്ടപ്പെടാനും രേഖാമൂലം അത് ചരിത്രത്തിന്റെ സമ്പൂർണമായ ഭാഗമാണ് എന്ന് പഠിപ്പിക്കണം. ഖബറുകളെ ഉന്മൂലനം ചെയ്യുക എന്ന സിദ്ധാന്തം ജൂതന്മാരുടെ ലക്ഷണമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇപ്പോൾ മുസ്ലിം നാമധാരികളായി രംഗത്ത് വന്ന ആളുകൾ ഈജിപ്തിലെ മഹാത്മാക്കളുടെ മഖാമുകൾ എങ്ങനെ തച്ചു തകർക്കാൻ കഴിയും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽ ഖിബാബുൽ ബീറു തുക്രിമു ഇത്തരീമു ബിമൻ ഫിൽ ബീറി യുക്രിമുനാ റഹീമു. പരിശുദ്ധമായ അല്ലാഹുവിന്റെ പരിശുദ്ധാത്മാക്കളായ ഔലിയാക്കൾ, സഹാത്തുക്കൾ അടങ്ങുന്ന ഒരുപാട് മഖാമുകൾ ലോകത്ത് നമുക്ക് കാണാൻ കഴിയും. അതിൽ യമനിലെ വെള്ളക്കുപ്പറം സിദ്ധിച്ച മഖാമുകളെ കുറിച്ച് മഹത്തുക്കൾ പറഞ്ഞു. ആ മഖാമുകളാണ് കരീമെ നിന്നെ ധന്യമാക്കിയിട്ടുള്ളത്. അതിന്റെ അടിത്തട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തുക്കളാണ് നമ്മെ നാം ആദരണീയരാകാൻ കാരണക്കാരായിട്ടുള്ളത്. മഅദല്ലാഹി മിൻ ഖൗമിൻ ഹദൂമി ഖിബാബൽ ആലി വസ്സഹ്ബിൽ കിറാമി. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ദർഗകളെ ആക്ഷേപിക്കുകയും അത് ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. അവരുടെ ശബ്ദനെ തൊട്ട് അല്ലാഹുവിനോട് നാം കാവലിനെ ചോദിക്കുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ മഖാമിന്റെ മുകളിൽ ഖുബ്ബ ഉണ്ടായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മഖാമിന്റെ മുകളിൽ ഖുബ്ബ ഉണ്ടായിരുന്നു. സഹാബത്ത്, മഹാത്മാക്കൾ, അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിന്റെ മുകളിൽ ഖുബ്ബ ഉണ്ട്. വഹാബി ഭരണകൂടം സൗദിയിലെ പല സ്ഥലത്തു നിന്നും ആ ഖുബ്ബകൾ നിർമ്മാർജ്ജനം ചെയ്തപ്പോൾ മഹത്തുക്കൾ കരഞ്ഞു കലങ്ങിയ കൽബുമായി പാടിയതാണ് മഅദല്ലാഹി മിൻ ഖൗമിൻ ഹദൂമി ഖിബാബൽ ആലി വസ്സഹബിൽ കിറാം. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഖബറുകൾക്ക് മുകളിലുള്ള ഖുബ്ബകൾ നശിപ്പിക്കുന്ന വിഭാഗത്തെ തൊട്ട് അല്ലാഹുവിനോട് ഞങ്ങൾ കാവലിനെ ചോദിക്കുന്നു.
ഇത് വലിയ ചരിത്രത്തിന്റെ സൂക്ഷിപ്പാണ്. ഏത് മഹാത്മാവ് ലോകത്ത് ജീവിച്ചിട്ടുണ്ടോ ആ മഹാത്മാവിന്റെ പുണ്യ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട പള്ളികളുടെ അടുത്ത് അവർ അടങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ മഹാത്മാവിനെ ആദരിച്ചുകൊണ്ട് അതിന്റെ അടുത്ത് അവരുടെ ഇഷ്ടജനങ്ങൾ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടാകും, സ്മാരകം ഉണ്ടാക്കിയിട്ടുണ്ടാകും. അത് ഒരു വഹാബി ഗവൺമെന്റിനും നിഷേധിക്കാൻ സാധ്യമല്ല. അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉഹദിൽ നാം ചെന്ന് നോക്കിയാൽ മദ്രസത്തു ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് എഴുതിയിട്ടുണ്ട്. സ്മാരകം വലിയ പള്ളിയുണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. എന്തിനധികം ഇമാം ആദമിന്റെ പള്ളി അവിടെയുണ്ട്. ലോകത്തിന്റെ ചരിത്രമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ നോക്കിയിട്ടില്ലേ സൂറത്തുൽ കഹ്ഫിൽ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പഠിച്ച ആളുകൾ ഖാലിബുനു അലൈഹിം ബുനിയാന, അവർക്ക് സ്മരണയായി കെട്ടിടമുണ്ടാക്കുക. തഫ്സീറിൽ കാണാം ഐകാഫിറുന, ചരിത്രം ഹെറിറ്റേജ് സൂക്ഷിക്കാൻ, ലോകത്തിന്റെ ചരിത്രം സൂക്ഷിക്കുന്നതിൽ പച്ച കാഫിറിന് പോലും തർക്കമില്ല എന്ന് ഖുർആൻ പറയുമ്പോൾ മഹത്തുക്കൾ ഇസ്ലാമിന് ഒരുപാട് 100,000 സംഭാവന ചെയ്ത മഹത്തുക്കളുടെ ചരിത്രമില്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവർക്കെതിരെ നമ്മുടെ നാട്ടിൽ നാം പറയണം, ലോകത്ത് മുഴുവനും സുന്നത്ത് ജമാഅത്തുകാർ രാഷ്ട്രീയ കക്ഷിഭേദമന്യേ ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണ്. ഖുർആൻ പറഞ്ഞില്ലേ, وقال الذين غلبوا على أمرهم لنتخذن عليهم مسجدا. അസ്ഹാബുൽ കഹ്ഫായ ഔലിയാഇനെ കുറിച്ച് കൂടുതൽ പഠിച്ചവർ പറഞ്ഞു, അൽ മുഅ്മിനൂന സത്യവിശ്വാസികൾ പറഞ്ഞു, ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, അവരുടെ സ്മരണക്ക് ഞങ്ങൾ പള്ളി ഉണ്ടാക്കും, അവരുടെ സ്മരണക്ക് ഞങ്ങൾ പള്ളി ഉണ്ടാക്കും. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട യൂസുഫ് ഹാജി റഹ്മത്തുള്ളാഹി അലൈഹി മഹാന്റെ സ്മരണക്ക് മഖാമുണ്ട്, അവിടുത്തെ സ്മരണയിൽ ഹിക്കം സ്ഥാപനമുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾ ആ മഹാത്മാവിനെ ആദരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എത്തിപ്പെട്ട നമുക്കൊക്കെ അറിയാം, ഹൈവേയിൽ നിന്ന് എത്ര പ്രയാസപ്പെട്ടാണ്, ഒരു ഖൽവത്ത് തന്നെയാണ് ഇവിടെ എനിക്ക് തോന്നിപ്പോയി. ഞാൻ ബഹുമാനപ്പെട്ട ഒരു ജീവിതകാലത്ത് കണ്ടിട്ടുണ്ട്. വളരെ കുട്ടിപ്പരുവത്തിൽ ഞാൻ കാണാൻ വേണ്ടി പോയത് ബക്കർ എന്ന് പറയുന്ന ചെമ്മീൻ ബിസിനസ് നടത്തുന്ന ഒരാളുണ്ടായിരുന്നു. ഒരുപാട് വരമ്പിൽ കൂടി നടന്ന് ചെളി ചവിട്ടി ഇങ്ങനെ ഒരാള് അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ മഹാനെ കാണാൻ വേണ്ടി ഞാൻ പോയി. അദ്ദേഹത്തിന്റെ ഒരുപാട് അത്ഭുതങ്ങൾ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, കൈപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കുമാറാകട്ടെ. അവരുടെ എല്ലാം ചാരത്തിൽ ഇരിക്കുവാനും അവരുടെ എല്ലാം മഹബത്തിന്റെ വളരെ ചെറിയ കണ്ണികളാകുവാനും നാം അവസരം കണ്ടെത്തണം. വിശുദ്ധ ഖുർആനാണ് പഠിപ്പിച്ചത്, അത് സത്യവിശ്വാസികളുടെ വാക്കായി ഖുർആൻ എഴുതുമ്പോൾ മഹത്തുക്കളെ കുറിച്ച് അവരുടെ സ്മാരകങ്ങൾ ഉണ്ടാക്കുന്നത്, അവരുടെ റൂസുകൾ നടത്തുന്നത് എല്ലാം പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം വളരെ മഹ്മൂദത്തായി കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ആർക്കും നിഷേധമില്ല. കാഫിരീങ്ങൾ പോലും മരണപ്പെട്ടു പോയ ആളുകളുടെ ചരിത്രം സൂക്ഷിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നതെങ്കിൽ അതിനെതിരെ ഒരു പറ്റം കാപാലികരാണ് ലോകത്ത് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ചരിത്രം നിഷേധിക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ജന്മപ്രവേശനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മെ പോലെ അവശേഷിക്കുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരോട് അർഹിക്കുന്ന സ്നേഹം പുലർത്താൻ നമുക്ക് സാധ്യമല്ല. ഇന്ന് സിയാറത്തിന്റെ പേരിലേക്ക് പോയി അവരുടെ കവറൊക്കെ അറിഞ്ഞിട്ടാണ് ആൾക്കാരിക്കുന്നത്. വളരെയധികം അതൊക്കെ എന്താണെന്ന് അറിഞ്ഞുകൂടാ. മൽക്കാത്തിൽ ഒരു സംഭവം മുല്ലാരിക്കാരെന്ന് പറയുന്നത് കാണാം. ജീവിതകാലത്ത് ഒരു മഹാനോട് എത്ര അകൽച്ചയും എത്ര ബഹുമാനത്തിലുമാണ് നാം ഇടപെടുന്നത് എങ്കിൽ അതിനേക്കാൾ ആദരവിലും അതിനേക്കാൾ ബഹുമാനത്തിലുമാണ് മരണപ്പെട്ടു പോയ മഹത്തുക്കളോട് മരണശേഷം നാം അവരോട് അടുക്കേണ്ടത്, അവരോട് ആ അതവ് പാലിക്കേണ്ടത്, അവരോട് ആ ബഹുമാനം നിലനിർത്തേണ്ടത്. മഖാമിൽ പോയാൽ സാധാരണ ദുആ കേട്ടിട്ടില്ലേ? സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കൂട്ടം കൂട്ടമായി ഒന്ന് ദുആ ചെയ്യുമ്പോൾ ദുനിയാവിന്റെ കാര്യങ്ങൾ വലിച്ചു വാരി പറയുന്നതിനാണ് ശക്തമായ ആമീൻ കിട്ടുന്നത് എങ്കിൽ അബുൽ അബ്ബാസുൽ മർസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ ഒരു
ഒരു സംഘം ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാൻ ഉഹദിൽ പോയി. അവിടെ അർദ്ധരാത്രിക്ക് ശേഷമുള്ള ആ പ്രാർത്ഥനയിൽ ആയിരക്കണക്കിന് മഹത്തുക്കൾ പങ്കെടുക്കുന്നതോടൊപ്പം ആകാശലോകത്ത് നിന്ന് മലക്കുകളും ഒരുപാട് അർവാഹുലും ഒരുപാട് പുണ്യാത്മാക്കളും പങ്കെടുത്തപ്പോൾ അബുൽ അബ്ബാസുൽ മർസി പുറകോട്ട് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ആദിഹി സാഅത്തുൽ ഇജാബ, ഇത് ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിക്കാമെന്ന് ഒരു ഉണർത്ത് ശിഷ്യന്മാരോട് നടത്തിയപ്പോൾ നമ്മെ പോലത്തെ മിസ്കീന്മാരായി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇജാബത്തിന്റെ സമയമല്ലേ, അദ്ദേഹം അല്ലാഹുവേ എനിക്ക് ദിർഹം വേണം, എനിക്ക് പണം വേണം, എനിക്ക് പണം വേണം എന്ന് ദുആ ചെയ്തു. ആ സിയാറത്ത് നല്ലതുപോലെ സമാപിച്ച് മദീന മുനവ്വറയിലേക്ക് മഹാത്മാക്കൾ മടങ്ങി വരുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം, ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരിൽ ഒരാൾ എഴുന്നേറ്റുകൊണ്ട് ആ പണം ചോദിച്ചു ദുആ ചെയ്ത മനുഷ്യനെ വിളിച്ച് അടുത്തുകൊണ്ട് വന്നിട്ട് അദ്ദേഹത്തിന് പണം കൊടുത്തുകൊണ്ട് പറഞ്ഞു, നീ ആ ഇജാബത്തിന്റെ സമയത്തുള്ള ആ പ്രാർത്ഥന നീ നശിപ്പിച്ചു കളഞ്ഞു, നീ ധനീയത്തായ നിന്യമായ ദുനിയാവ് ചോദിച്ചുകൊണ്ട് നിന്റെ അവസരം നഷ്ടപ്പെടുത്തി കളഞ്ഞു. പക്ഷേ ഇജാബത്തുള്ളത് കൊണ്ട് ഇതാ നിനക്ക് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് പണം കൊടുത്തു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവർ അല്ലാഹുവിന് വേണ്ടി, അവരോടുള്ള മഹബ്ബത്തിന് വേണ്ടി ആദരവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന് വേണ്ടി ജീവിച്ചവരാണ്. അവർക്ക് ദുനിയാവ് ചോദിച്ചാൽ അവർ തരും. പക്ഷേ അവർക്ക് ഏറ്റവും അഭികാമ്യം, അഭിലഷണീയമായത്, ഏറ്റവും സ്നേഹമുള്ളത് ആഖിറം ചോദിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത് ഖബർ സ്വർഗമാണ്. മഹാത്മാക്കളുടെ ഖബറിന്റെ അടുത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങുന്നു, റഹ്മത്ത് ഇറങ്ങുന്നു, ഇജാബത്ത് ലഭിക്കുന്നു. നമുക്കറിയില്ലേ, നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടുപോയ മഹാനായ ഫറൂഖ് പറഞ്ഞത്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ നിലനിൽക്കുന്ന സ്ഥലത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യമെന്ന് എല്ലാ കിതാബുകളിലും ഉണ്ട്. ഫറൂഖ് പറഞ്ഞു, നമ്മുടെ അങ്ങോട്ടുള്ള ചില ആളുകൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്, കഅബയാണ് വലുത് എന്ന് മാത്രം പഠിച്ചു വെച്ച ആൾക്കാരുണ്ട്. എല്ലാ സ്ഥലത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠത ഉണർന്നിക്കുള്ള ജസദുൽ കൊണ്ട ഖബറിനുള്ളതാ. അത് അർശ് കുർസിയും ജിനാനുൽ മഫ്ളല കഅബം മസ്ജിദുൽ അഖ്സയേക്കാൾ മുഫ്ളല. അദ്ദേഹം അത് പഠിപ്പിക്കേണ്ട സമൂഹത്തിന് മുമ്പിൽ തന്നെയാണ് ജീവിച്ചത്. പക്ഷെ അവര് വായിക്കാൻ, പലരും വായിക്കും, ഇതവർ വായിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജസദ് ഉൾക്കൊണ്ട ഖബർ നഫ്സി ഫിദാഉ ലിഖബറിൻ അൻത സാകിനഹു എന്ന മഹത്തുക്കൾ പാടിയ ആ ഖബറിനാണ് കഅബത്തേക്കാൾ ശ്രേഷ്ഠത എന്ന് പഠിപ്പിക്കുന്ന മതമാണ് നമ്മുടെ മതം. എല്ലാ മുഅ്മിനീനുള്ള ഖബർ സ്വർഗ്ഗമാണെന്ന് പഠിപ്പിക്കുന്ന മതമാണ് നമ്മുടെ മതം. ആ മഹത്തുക്കളുടെ ശ്രേഷ്ഠതകൾ, പോരിശകൾ, അല്ലാഹു അവർക്ക് നൽകിയ മഹാത്മ്യം അനുസരിച്ചുകൊണ്ട് ആ ഖബറുകൾ സ്വർഗ്ഗത്തിലെ പദവികൾ പോലെ ആ ഖബറുകൾ ധന്യമാണ് എന്ന് നാം പഠിക്കുകയും പ്രിയപ്പെട്ടവരെ അതിനുള്ള ആദരവ് സൂക്ഷിക്കുകയും അവരുടെ സ്മരണകൾ അയവിറക്കുന്ന പ്രവർത്തനങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളത് നാം ചെയ്യുകയും അങ്ങനെ അവരുടെ മഹത്വത്തിന് ശ്രദ്ധിക്കുകയും ചെയ്യാൻ സർവശക്തനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സിയാറത്തുകളുടെ ബർക്കത്തുകൊണ്ട് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും സിയാറത്ത് ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട യൂസുഫ് ഹാജി തങ്ങളുടെ ഒരു കറാമത്തായി, ഒരു മഹാത്മ്യമായി ഞാൻ കാണുന്നത് ഈ മൗലിദ് ഉണ്ടാക്കിയത് ഈ അബ്ദുൽ റംസിയാനുള്ളതാണ്. അല്ലാഹു അവിടുത്തെ ഖബർ സന്തോഷത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ എല്ലാവരുടെയും ബർക്കത്ത് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ രോഗികൾ, എന്റെ മാതാവ് രോഗത്തിൽ കിടക്കുകയാണ്, അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ ആവശ്യങ്ങളും ചെയ്യാൻ ഒരു രാഷ്ട്രീയക്കാരുടെയും ഒരു ഭൗതികന്മാരുടെയും ആരുടെയും മുന്നിൽ അനുഭവിക്കാതെ ഇസ്സത്തോടുകൂടി ജീവിക്കാൻ നമുക്കും ഈ 14 എന്ന് പറയുന്ന ഈ രാജ്യത്തെ ജനങ്ങൾക്കും
അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ സ്വീകരിച്ച് സ്നേഹിച്ച് അവർക്ക് വേണ്ടി യാത്രയില്ലാതെ അവരുടെ മക്കൾ ബഹുമാനപ്പെട്ട നരവിസ്ഥാനം ഉൾപ്പെടെയുള്ള മഹാത്മാക്കൾക്ക് വേണ്ടി സമയങ്ങൾ മുഴുവനും ചെലവഴിച്ച് അവരെ ആദരിക്കുന്ന ഈ നാട്ടിലും അല്ലാഹു തആല ഹൈറും ബർക്കത്തും എത്തിക്കൊടുക്കുമാറാകട്ടെ. സാഹോദര്യവും സന്തോഷവും അവർക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.